മിസോറാമിൽ 40-അംഗ നിയമസഭയിൽ 27 സീറ്റുമായി സോറം പീപ്പിൾസ് മൂവ്മെന്റ് അധികാരത്തിലേക്ക്. ഭരണകക്ഷിയായ MNF 10 സീറ്റുകളിൽ ഒതുങ്ങി. മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും പരാജയപ്പെട്ടു. സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ തന്ത്രങ്ങളെല്ലാം പിഴച്ചപ്പോൾ BJPക്കും നേട്ടമുണ്ടാക്കാനായില്ല. 2017 സ്ഥാപിതമായ ZPM 2018 തെരഞ്ഞെടുപ്പിൽ തന്നെ 8 സീറ്റുകൾ പിടിച്ചെടുത്തിരുന്നു. 5 വർഷം പിന്നിടുമ്പോൾ സംസ്ഥാനത്തിന്റെ ഭരണം തന്നെ പിടിച്ചെടുക്കുന്ന രീതിയിലേക്ക് അവർ വളർന്നു. മുൻ IPS ഉദ്യോഗസ്ഥനായ ലാൽഡു ഹോമ സ്ഥാപിച്ച പാർട്ടി വളരെ പെട്ടെന്ന് തന്നെ ജനമനസ്സിലിടം നേടി. കഴിഞ്ഞ തവണ 40-ൽ 26 സീറ്റ് നേടി അധികാരത്തിലേറിയ MNF കനത്ത തിരിച്ചടി നേരിട്ടു. ദേശീയതലത്തിൽ NDA സഖ്യകക്ഷിയാണെങ്കിലും സംസ്ഥാനത്ത് BJPയിൽ നിന്ന് അകലം പാലിച്ചാണ് മുഖ്യമന്ത്രി സൊറാംതാങ്ക നീങ്ങിയത്. എന്നാൽ ജനങ്ങൾ ഈ ഇരട്ടത്താപ്പ് തിരിച്ചറിഞ്ഞു. 87% ക്രൈസ്തവരുള്ള മിസോറാമിൽ കോൺഗ്രസ് വലിയ പ്രതീക്ഷ പുലർത്തിയിരുന്നു. രാഹുൽ ഗാന്ധി നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചരണം വൻ ശ്രദ്ധ നേടിയെങ്കിലും അതൊന്നും വോട്ടായില്ല. മണിപ്പൂർ കലാപത്തിന്റെ പ്രകമ്പനങ്ങൾ മിസോറാമിലും പ്രതിഫലിച്ചു. അഭയാർത്ഥികളായി എത്തിയവരുടെ ആത്മനൊമ്പരങ്ങൾ സംസ്ഥാനത്തെ ജനത തിരിച്ചറിഞ്ഞു. കലാപം തടയുന്നതിൽ പരാജയപ്പെട്ട BJPയുടെ ബിരേൻ സിംഗ് സർക്കാരിനെതിരെ ഉയർന്ന ജനവികാരം ZPMന് അനുകൂലമായി മാറി. പ്രാദേശിക വികാരങ്ങളിലൂന്നി കളം നിറഞ്ഞപ്പോൾ സംസ്ഥാനത്തിന്റെ മുക്കിലും മൂലയിലും ZPM നിറസാന്നിധ്യമായി. MNFന്റെ അധ്യക്ഷസ്ഥാനവും മുഖ്യമന്ത്രി പദവും ഒരുമിച്ച് കൈയാളിയ 79-കാരനായ സൊറാംതാങ്കയിലുള്ള വിശ്വാസം മിസോറാം ജനതയ്ക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു. BJPയെ അകറ്റി നിർത്തിയും കോൺഗ്രസിനെ കൈയൊഴിഞ്ഞും മിസോറാം ജനത പുതുവഴി തേടുമ്പോൾ തെളിയുന്നത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ പൊതുവികാരമാണ്. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.